ഇപ്പോൾ ചാണ്ടിയുമ്മൻ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഈ ഒരു 10 വർഷ ഭരണകാലത്ത് സ്കൂളുകൾ അടച്ച് ബാറുകൾ തുറന്നു എന്നുള്ളത് ചാണ്ടിയുമ്മൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അതങ്ങനെ ആ നിലപാട് ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഈ സർക്കാരിന് മുന്നേ എത്ര ബാറുണ്ടായിരുന്നു? 27. ഇപ്പൊ എത്ര ബാറുണ്ട്? 1000-ഓളം ബാറുണ്ട്. ഇപ്പൊ തുറന്ന ബാറാണോ അത് സ്കൂളാണോ? അപ്പൊ സ്കൂളുകൾ അടച്ച് ബാറുകൾ തുറന്നു എന്ന് പറയുമ്പോൾ ബാർ തുറന്നോ? ഞങ്ങളുടെ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബാർ അനുവദിച്ചിരുന്നില്ല. ഞങ്ങളുടെ മണ്ഡലത്തിൽ അദ്ദേഹം സൂവിലായിരുന്നപ്പോൾ പുറവശത്തൂടെ ഒരു ബാക്ക്ഡോർ എൻട്രി നടത്തി ഒരു ബാർ ഇവിടെ ഉണ്ട്, പുതുപ്പള്ളി പഞ്ചായത്ത്. ഞാൻ പറഞ്ഞതാണ്, ബാറുകളുടെ നീണ്ട നിരയാണ്. ഇവിടെ സ്കൂളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുകയാണ്, ഇല്ലേ? സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുക. കോളേജുകളിൽ എൻറോൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഇല്ല, കോളേജുകളുടെ വിദ്യാർത്ഥി, നിങ്ങൾ ആർട്സ് കോഴ്സസ് എടുത്ത് നോക്കി, MG യൂണിവേഴ്സിറ്റി ആണെങ്കിലും കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും ആർട്സ് ഡിപ്പാർട്ട്മെന്റിൽ എൻറോൾ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ട്. എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു 10 വർഷ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത കാര്യം ഈ വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചകള്, സ്കൂളിന്റെ മികവ്. സർക്കാർ സ്കൂൾ ഹൈടെക് ആകുന്നു, വിദ്യാർത്ഥികൾക്ക് അത്രയും സജീവമാകുന്നു. എന്തിന് പാഠപുസ്തകം പോലും കൃത്യസമയത്ത് എത്തുന്നില്ല ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൃത്യസമയത്ത് കിട്ടിയിട്ടുണ്ടോ? ഓണം നേരത്തെ വന്നു എന്ന് പറഞ്ഞ കാലഘട്ടം നമ്മൾ കേട്ടതല്ലേ? ഒരു പ്രാവശ്യം കണ്ട അങ്ങനെ പറ്റിയെന്ന് അർത്ഥം എല്ലാ പ്രാവശ്യം പറ്റിയതാണോ? അല്ലല്ലോ. ഒരു പ്രാവശ്യം വന്നു എന്നുള്ളത് ഒഴിച്ചാൽ, ഏതോ ഒരു പ്രാവശ്യം വന്നു എന്ന് ഒഴിച്ചാൽ എവിടെയാ വന്നിട്ടുണ്ട്? പക്ഷെങ്കിൽ ഈ 10 വർഷ കാലയളവില് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട്, പരീക്ഷ നടത്തുന്നുണ്ട്, ഡ്രഗ്സ് കിട്ടുന്നുണ്ട്. നാട് നീളെ ഡ്രഗ്സ് കിട്ടുന്നുണ്ട്. എല്ലാ സ്കൂളിന്റെ ഫ്രണ്ടിലും ഡ്രഗ്സ് കിട്ടുന്നുണ്ട്. ഈ ഒരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടോ? കൃത്യമായ ഡ്രഗ്സ്, എന്താ പറയാ, മദ്യം കിട്ടുന്നുണ്ടോ? അതും കിട്ടുന്നുണ്ട്. ആ തരത്തിലുള്ള വളർച്ചയാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. പക്ഷെ ചാണ്ടിയമ്മൻ, അതായത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന നാളുകളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായിരുന്നത് സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണി എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ LDF സർക്കാർ വന്നു തുടങ്ങി ആദ്യത്തെ സമയത്ത് ഈ LDF സർക്കാരിന്റെ തന്നെ അല്ലെങ്കിൽ പ്രധാന അജണ്ട എന്ന് പറയുന്നത് സ്കൂൾ നവീകരണം തന്നെയായിരുന്നു. പ്രൊപ്പഗണ്ട തലത്തിൽ നിന്ന് അത് അജണ്ടയായിട്ട് സെറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. പ്രൊപ്പഗണ്ട ഉണ്ട്. ഇവിടെ എന്താ പ്രൊപ്പഗണ്ട? ഇപ്പൊ നമ്മുടെ ആ പാലം എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി? ആ പാലം കുഴപ്പമില്ലാന്ന് അവസാനം പറഞ്ഞേ. 227 പാലം പൂർത്തിയാക്കിയ വ്യക്തിയാണ് നമ്മുടെ PWD മിനിസ്റ്റർ. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുന്ന സാഹചര്യം ഉണ്ടായി, ഇല്ലേ? അപ്പൊ പ്രൊപ്പഗണ്ടയിൽ നമ്പർ 1, അജണ്ടയിൽ 0. അതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ 10 വർഷ ഭരണകാലത്ത് ചാണ്ടിയുമ്മൻ ഒരു നല്ല കാര്യം പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയാം? ഒന്നും കാണുകയല്ല. ഇപ്പൊ ഒന്നുമില്ലേ? വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, വ്യവസായം, ഒന്നും മികച്ചതല്ല. ആരോഗ്യ മേഖല എടുക്കാം. കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീടും, ഒരാൾ മരിച്ചു, ചരിത്രത്തിൽ ആദ്യം. നമ്പർ 1. അത് പ്രൊപ്പഗണ്ട അല്ല, നമ്പർ 1 കേരള. വേൾഡ് ക്ലാസ് മെഡിസിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ UDF-കാർ ചെന്നതിന് ശേഷമാണ് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുകയും ഒരാൾ മരിച്ചു കിടക്കുന്നത് അറിയുകയും ചെയ്യുന്നത്. അതുവരെ വന്ന മന്ത്രിയും നമ്മുടെ വാസവ മിനിസ്റ്ററും പറഞ്ഞു ആരും മരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പം പ്രൊപ്പഗണ്ടയിൽ നമ്പർ 1, എഫക്റ്റീവ്നെസ്സിൽ 0. പിന്നെ ഒരു നല്ല കാര്യം വേണമെന്ന് പറയാം, സീപ്ലെയിൻ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ ആ സീപ്ലെയിൻ പിന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. പണ്ട് എതിർത്തയാ, വീണ്ടും അവർ കുഴപ്പമില്ല, അതങ്ങ് കൊണ്ടുവന്നാലും മതിയായിരുന്നു. അത് നന്നായിട്ട് തന്നെ പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.